ഒരു കാലത്ത് ദേശത്തിന്റെ പേരും പെരുമയും പേറിയിരുന്ന ചെമ്പട്ടുമുല്ലമന തറവാട്. അന്നൊക്കെ ഈ നാട്ടിലെ കാരണവന്മാരായിരുന്നു ദേശത്തെ നീതിയും ന്യായവും നടപ്പിലാക്കിയിരുന്നത്. പ്രശസ്തിയിലും സമ്പൽ സമൃദ്ധിയിലും പേരുകെട്ട ചെമ്പട്ടുമുല്ലമന ഇന്ന് അന്യം നിന്നു പോയിരിക്കുന്നു. സമ്പത്തിനോടും അധികാരത്തോടുമുള്ള അടങ്ങാത്ത ആർത്തിയും അത് നേടാനുള്ള കുടിലതന്ത്രങ്ങളും ആ കുടുംബത്തെയും തറവാടിനെയും ഇല്ലായ്മ ചെയ്തു. സ്വത്തിനും പണത്തിനും വേണ്ടി രക്തബന്ധുക്കൾ വെട്ടിമരിച്ചു. ഒടുവിൽ നിയമത്തിൻ്റെ ഊരാക്കുടുക്കിൽപ്പെട്ട് വാതിലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയും ചെയ്തതോടെ നാശം പൂർണ്ണമായി. എങ്കിലും ആ തറവാട്ടിൽ അസ്വസ്ഥതയോടെ അലഞ്ഞുതിരിഞ്ഞ ആത്മാക്കളുടെ നിലവിളികൾ, അലർച്ചകൾ എല്ലാം അതിൻ്റെ അകത്തളങ്ങളിൽ അസ്തമിച്ചു. ചെമ്പട്ടുമുല്ലമനയുടെ അകത്തളങ്ങളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചു എന്ന് കരുതപ്പെടുന്ന നിധി തേടി ഒരുപാട് പേർ അവരുടെ വിയർപ്പും രക്തവും ചിന്തിയിട്ടുണ്ട്. ഇന്നും അത് അനുസ്യൂതം തുടരുന്നു. ആ ചെമ്പട്ടുമുല്ലമനയുടെ കഥയാണിത്. ഇന്നും ആ മന നഷ്ടപ്രതാപങ്ങളുടെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് തലയുയർത്തി നിൽക്കുന്നു. നിയമത്തിൻ്റെ ചങ്ങല കൊണ്ട് ബന്ധിതമായി. ഉദ്വേഗഭരിതമായ കഥാസന്ദർഭങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ കഥാശില്പം ഇവിടെ തുടങ്ങുകയായി. എനിക്ക് വയ്യ ഏട്ടാ, അവര് പറകിലുണ്ട്. വാ, ആ കാടിന്റെ അടുത്തേക്ക് നമുക്ക് പോയിരിക്കാം. വാ, നമുക്ക് പോയിരിക്കാം. വയ്യ ഏട്ടാ, വെള്ളം കരയില്ല മോളെ, വെള്ളം കരയില്ല മോളെ. അയ്യോ കരയില്ല. അയ്യോ അയ്യോ, ഈ കാവുമലയിൽ എവിടെയോ തപ്പി പിടിക്കണം. ഒക്കെ നോക്ക്, എല്ലാ സ്ഥലത്തും നോക്ക്, എല്ലായിടത്തും കരയില്ല. അവിടെ സൈഡ് നോക്ക്, സൈഡ് നോക്ക്, എല്ലായിടത്തും നോക്ക്. വെള്ളം വെള്ളം ഇപ്പം കൊണ്ടുവരാം. വെള്ളം ചെമ്പട്ടുമുല്ലമന കോടതി വിധി ആർക്കനുകൂലമായിരിക്കുമെന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയും. നിങ്ങൾ പറഞ്ഞ ഒന്നും ഇതുവരെ തെറ്റിയിട്ടുമില്ല. അനർത്ഥങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഒരു തടസ്സം നാം കാണുന്നുണ്ട്. ഇതേയൊരു പൂജ വേറെ സ്ഥലത്ത് നടക്കുന്നതായി നാം കാണുന്നു. ആരാണ് അയാൾ? നിങ്ങളുടെ രക്തബന്ധത്തിൽ പിറന്ന ആരോ ഒരാൾ. ഏറാട്ടുമനയിലെ
ഭാർഗവൻ നമ്പൂരിയുടെ ഭാര്യ സിന്ധു ഭൈരവി അവളായിരിക്കും. പൂജാരി, എന്തെങ്കിലും തെളിയുന്നുണ്ടോ? നമ്മളെ കാര്യം തെളിയുന്നുണ്ടാവും. ഒന്നും മിണ്ടാണ്ടിരിക്കോ? പെൺകോന്തൻ എന്തിനു കൊള്ളാം? ഫു, ഇതിന് കൊള്ളാം. ഇതേ കാര്യസാധ്യത്തിന് വേണ്ടിട്ട് ഇതിലും വലിയ പൂജ എവിടെയോ നടക്കുന്നതായിട്ട് തെളിയുന്നുണ്ട്. കുടുംബത്തിൽ തന്നെ ശത്രുക്കളുള്ളത്. ആരത്? എനിക്ക് മനസ്സിലായി, കേശവനായിരിക്കും അത്. അമ്മ, ആ മോളെ, എന്താ അമ്മ ഇവിടെ പൂജയും വഴിപാടൊക്കെ? നിന്റെ കല്യാണത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് നിനക്ക് നല്ലൊരു ചെക്കനെ കണ്ടെത്തണ്ടേ? അതിനാണ് ഈ പൂജ. അത് സത്യം. എന്നെ പോലെ എല്ലാം തികഞ്ഞ ഒരു ഭർത്താവിനെയാണ് അമ്മ കണ്ടെത്തുന്നത്. അച്ഛനെ പോലെ ഒരാളെ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട ആളെ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. ഗായത്രി, അകത്തു പോ. അധിക പ്രസംഗം വേണ്ട. സിന്ധു, അവൾക്ക് നല്ലൊരു ചെക്കനെ നമുക്ക് കണ്ടെത്തണം. എന്റെ ലക്ഷ്യം അതൊന്നുമല്ല. ചെമ്പട്ട് മുല്ലമരം അതെനിക്ക് വേണം. ആരെ കൊന്നിട്ടായാലും വേണ്ടില്ല, അതെനിക്ക് വേണം. പൂജാരി, നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂലേ? ഞാൻ എന്തിനും തയ്യാറാണ്. പക്ഷേ നോക്കട്ടെ. ചങ്ങലക്കിട്ട ബന്ധനപ്പൂട്ട് തകർക്കാൻ ഹിമാലയത്തിൽ നിന്ന് ആ സന്യാസി തന്നെ വരണം. ഹലോ അജേട്ടാ, ഇവിടെ തകൃതിയായ കല്യാണാലോചനയാണ്. എനിക്കാകെ പേടിയാവുന്നു. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ. ജീവിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കും. മരിക്കേണ്ടി വന്നാൽ അതും. നാളെ കാവിൽ വെച്ച് കാണാം. ഗായത്രി മോളെ, നാളെ നിന്നെ കൊണ്ടൊരാവശ്യമുണ്ട്. എന്താണമ്മേ? അമ്മ പറയുന്നത് കേട്ടാ മതി. ഇളനീരാ, നല്ല ഇളനീരാ. പൈനാപ്പിളും ഇളനീയാ, നല്ല കോമ്പിനേഷനാ. ആ, സാധനം എങ്ങനെയുണ്ട് തിരുമേനി? അടിപൊളിയാ. തിരുമേനി, ഏറാട്ടുമനയിലെ ഗായത്രി മൂത്തോറിന്റെ മകൻ അജയനുമായി സല്ലപിക്കുന്നു. എവിടെ? അജേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. മരിക്കാൻ എനിക്ക് പേടിയാ. മരണം ഒന്നിനൊരു പരിഹാരം അല്ലല്ലോ. ഗായത്രി, നമ്മൾ ഒന്നിച്ച് ജീവിക്കും ഈ പരദൂഷണമൊന്നുമില്ലാത്ത ലോകത്ത്. ലോകാവസാനം വരെ തീരില്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ. ജീവിക്കാൻ സമ്മതിക്കില്ല അവർ. നിങ്ങളുടെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട്, അതൊരിക്കലും മറക്കരുത്. ഗായത്രി, ഞാനുണ്ട് കൂടെ, എന്നും എപ്പോഴും. അമ്മവാ, ഞാനിന്നൊരു രംഗം കണ്ടു. മൂത്തോരന്റെ മോനും സിന്ധുവൈരയുടെ മോളും കൂടി തെക്കേടത്തെ പറമ്പിൽ വെച്ച്
ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. ഇതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണ്. ഇത് വെച്ച് ഞാനൊന്ന് കളിക്കും. നമ്മുടെ ഉണ്ണിയുമായി അവളുടെ കല്യാണം നടത്തും. ബാക്കിയുടെ പറ പോരെ. അച്ഛാ, എനിക്കൊരാളെ ഇഷ്ടമാണ്. ഞാൻ അയാളെ മാത്രമേ കല്യാണം കഴിക്കൂ. അച്ഛൻ്റെ ഇഷ്ടവും സങ്കടവും എന്നേ കഴിഞ്ഞു. ഞാനിവിടെ ആരുമല്ല. എല്ലാം തീരുമാനിക്കുക അമ്മയാണ്. ഞാനൊരു പെൺകോത്തനായിപ്പോയി. ഞാൻ പറയണേ നടക്കുള്ളൂ, അതങ്ങോട്ട് കേട്ടാ മതി. നീ എന്താ പറയാൻ പോകുന്നത്? എനിക്കൊരാളെ ഇഷ്ടമാണ്. മൂത്തോറാട്ടന്റെ മകൻ അജയനാണ്. ഭാർഗവേട്ടാ, തീണ്ടല്ലോ അയിത്തുള്ള ഒരാളെയാണല്ലോ നമ്മളെ മോള് പ്രേമിച്ചത്. ഇതിനെന്താ ഒരു പോംവഴി? എനിക്കൊന്നും അറിയില്ല, എല്ലാം നീയല്ലേ തീരുമാനിക്കുന്നത്. ഇതിലെന്തോ ചതിയുണ്ട്. ഇതേ ആ കേശവന്റെ കുതന്ത്രാന്നാ തോന്നുന്നത്. ഇനിയും കൊല്ലാൻ ഞാൻ മടിക്കൂല. സിന്ധു, ഇനിയും നിർത്താനായില്ലേ നിനക്ക്? ഈ ശാപങ്ങളൊക്കെ നീ എവിടെ കൊണ്ടുപോയി വെക്കും? ഇനിയെങ്കിലും രണ്ട് കുടുംബം കൂടി ഒന്നായിക്കൂടെ? നടക്കൂല. ഞാനാ പറയുന്നത്. ഞാൻ പറയുന്നത് ഇവിടെ നടക്കുള്ളൂ. മോളെ, മോളെ, വാ മോളെ. കരയില്ല മോളെ. ഇത്രയും കാലം നീ എൻ്റെ കൂടെ ജീവിച്ചു. എൻ്റെ ആദ്യ ഭാര്യയുള്ള കുട്ടികളല്ലേ അവര്. നിനക്കൊരു കുഞ്ഞിക്കാല് കാണുന്ന ആഗ്രഹമില്ലേ? ഈ സ്വത്തിൻ്റെ മുഴുവൻ അവകാശം നീയാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യും. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ആറാട്ടുമനയിലെ ഗായത്രിയെ നീ വശത്താക്കണം. ഉണ്ണിയെ കൊണ്ട് നമുക്ക് അവളെ കല്യാണം കഴിപ്പിക്കണം. ചെമ്പട്ട് മുല്ലമന നമുക്ക് സ്വന്തമാക്കണം. അത് നിനക്കേ കഴിയും. നീ എൻ്റെ സ്വന്തമാണ്. ഗായത്രി ഒന്ന് നിൽക്ക്. കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആവട്ടെ, പണത്തിനും സ്വത്തിനും ഇടയിലുള്ള പോര് നമുക്ക് എന്തിനാ? ചേച്ചി, എനിക്കൊരാളെ ഇഷ്ടാ. ഈ സ്വത്തും പണം വെട്ടും കൊലയും ഒന്നും ഇല്ലാത്ത ലോകത്ത് പോയി ഞങ്ങൾ ജീവിക്കും. ആരാ മോളെ? മൂത്തോറാട്ടന്റെ മകൻ അജയൻ. എടാ, അടിച്ച് കൊല്ലട പട്ടി. കൊല്ലട ഇവനെ, കുത്തിക്കൊന്ന് കൊക്കയിലിടവനെ.
Mm-hmm.